നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജയരാജിൻ്റെ വീരം ആശയപരമായ വ്യത്യസ്തത കൊണ്ടും അന്തർദേശീയ നിലവാരമുള്ള സാങ്കേതിക സാന്നിധ്യം കൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം. എന്നാൽ ആയോധന കലകളിൽ അഗ്രഗണ്യനും നടനുമായ അഷ്റഫ് ഗുരുക്കൾക്ക് വീരം സ്പെഷ്യലാവുന്നത് എന്തുകൊണ്ടാണ്? വീരത്തിലെ കണ്ണപ്പ ചേകവർ എന്ന കഥാപാത്രത്തിൻ്റെ കുപ്പായം അഷ്റഫ് ഗുരുക്കൾക്ക് വേണ്ടിയാണ് വിധി കാത്തുവച്ചിരുന്നത്. വീരത്തിൻ്റെ വിശേഷങ്ങളുമായി, കണ്ണപ്പ ചേകവരുടെ വിശേഷങ്ങളുമായി ഇന്ന് അഷ്റഫ് ഗുരുക്കൾ വെള്ളി നക്ഷത്രങ്ങളിൽ. അഷ്റഫ് ക ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. വീരത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുമൊക്കെ നമുക്ക് വീരം ഇറങ്ങുമ്പോൾ അത് കാണണമെന്നുള്ള ഒരു കുറച്ച് തുടക്കം മുതലേ അതിനെക്കുറിച്ചുണ്ടായിരുന്നു. കുറേ പുതിയ താരങ്ങളാണ് അതിൽ വരുന്നത് എന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴൊന്നും നമ്മൾ ഒന്നും ഇത്തരത്തിൽ അഷ്റഫ് ഖയുടെ ഒരു സാന്നിധ്യമൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് തിയേറ്ററിൽ ചെന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഷ്റഫ് ഖെ അറിയുന്നവർക്ക് അതൊരു വലിയ സർപ്രൈസാണ്. കാരണം ആ കഥാപാത്രത്തിൽ ഒരു നിമിഷം നമ്മൾ വിശ്വസിക്കാൻ പോലും നമ്മളൊരു സമയം എടുക്കുന്ന പോലെ. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമയുടെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിവിലേജ് തന്നെയാണ്. എന്നും ചരിത്രത്തിൽ വേറിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന സിനിമകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു വീരം. അപ്പോൾ എങ്ങനെയാണ് അതിലേക്കുള്ള അഷ്റഫ് ഖയുടെ ഒരു അത് ഈ സെന്തിൽ എന്ന് പറഞ്ഞിട്ട് കായംകുളം കൊച്ചുള്ളിയിൽ സുർമക്കാരനായിട്ട് അഭിനയിച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പടം ചെയ്യുന്നു. സെന്തിലാണ് എന്നെ വിളിക്കുന്നത്. അത്യാവശ്യമായിട്ട് ഇക്കൊന്ന് ജയരാജാറിനെ വിളിക്കണം, എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്നൊരു പടം ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂഷൻ ആയിരിക്കും എന്നോട് എനിക്ക് വിളിച്ച സമയം വിളിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണകി ഞാനായിരുന്നു. അപ്പം ചേട്ടനോട് ഇരുന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് മകളുടെ വിളിച്ചായിരുന്നു. ഒരു ഫയർ ബോഡി സ്റ്റില്ലെടുക്കുന്നു. വളരെ എളുപ്പമാണ്. കൃത്യമായിട്ടൊരു ഫോട്ടോ എടുത്ത് ഇട്ടുകൊടുത്തത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു. സജി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കോട്ടയം സജി പറഞ്ഞ് ഒരു ചെറിയ വേഷമുണ്ട്, അത്യാവശ്യം തിരുവനന്തപുരം വരാൻ വേണം, അതിനായിട്ട് ഡ്രസ്സൊക്കെ എന്തായാലും വേണം. 2-3 ജോലി എടുത്തോളാം. 2-3 ജോലി ഡ്രസ്സായിട്ട് തിരുവനന്തപുരം ചെന്നു. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ബ്ലൂ മാറ്റിലുള്ള കുറച്ച് പോർഷൻസ് എടുക്കുകയാണ്. ഉച്ചക്ക് ബ്രേക്ക് ടൈമിൽ ഡയറക്ടർ വന്നു കണ്ടു. ഈ മുഴുവൊന്ന് വെച്ചിട്ട് കണ്ടു വരും മൊത്തം. കുഴപ്പമില്ല സാറിന് 2 ദിവസത്തെ വർക്കല്ലേ, ജയദാസാറിൻ്റെ പടത്തിൽ മുടി വെട്ടിക്കാൻ ചെയ്യാം എന്നുള്ള പ്ലാൻ. അവസാനം സാർ ഭക്ഷണം കഴിച്ചിട്ട് ക്യാരക്ടർ പറയും. അപ്പോഴാണ് അറിയുന്നത് ഇത് കണ്ണപ്പ ചേകവർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് നമ്മുടെ ബാലകൃഷ്ണൻ നായർ അവാർഡൊക്കെ മേടിച്ചൊരു ക്യാരക്ടർ. അതെനിക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്കിങ്ങനെ ചെറിയൊരു പ്രശ്നം, ക്യാൻസർ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ചുണ്ടിനൊരു കോട്ടം, ഡയലോഗിൻ്റെ ചെറിയ പ്രശ്നം, അതൊന്നും ഒരിക്കലും നോക്കണ്ട, നിങ്ങൾ അഭിനയിക്കണ്ട, ഫിസിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചു. ഫിസിക്കലി ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഉടനെ ഗ്ലാഡിയേറ്റർ എല്ലാം ചെയ്ത മേക്കപ്പ് മാനാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം ഡയറക്ടർ വസന്ത് എല്ലാം ഡിസൈനൊക്കെ കൊടുത്തു. തലമൊഴി വീശൊക്കെ പോയി. ഞാൻ നല്ലൊരു സെൽഫി എടുത്തു പോയി. ആകെ മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ പടം തുടങ്ങി അവസാനം വരെ ക്ലൈമാക്സ് വരെ ഉണ്ട്. ഞാൻ ഒരു ഒത്തിരി ഡയലോഗ്, അത് ഒരേ സമയം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷാണ്. പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് അല്പം പ്രശ്നമുള്ള ലാംഗ്വേജ് ആണെങ്കിൽ പോലും അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഹിന്ദി എനിക്ക് പക്ക ഓക്കെ. പക്ഷെ മലയാളം ഭയങ്കര പ്രശ്നമാണ്. കാരണം മലയാളം പുകിൻ്റെ അടിയിലെ പാമ്പ് പോലെ എഴുത്തോളി, അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊത്തം 21 ദിവസം വർക്ക് എനിക്കുണ്ടായി. എല്ലോള, അജന്ത, ഔറംഗാബാദ് അല്ലേ. പിന്നെ അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാനും മകളും ഒരു അംഗം ഉണ്ടായി. ഉണ്ണിയാർട്ടനിക്ക് ആ ഉണ്ണിയാർട്ട ക്യാരക്ടർ ചെയ്യുന്ന ഹിമാർഷയാണ്. അപ്പം CVN കേരളത്തിൽ വളരെ പ്രശസ്തമായ കളരിയാണ് CVN. അതിലെ ശിവകുമാർ ഗുരുക്കളാണ് കളരിയുടെ നിർദ്ദേശങ്ങൾ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളരി ഭംഗിയിലല്ല അവതരിപ്പിക്കുന്നത്. അതായത് കലയങ്കം, ചെരുവങ്കം, അങ്ങനെ 2 രീതിയുള്ളതിൽ ചെരുവങ്കമാണ് ഉപയോഗിക്കുന്നത്. അതായത് കളരിയുടെ തനിമ അത് മാത്രമാണ് ജയരാജ് വളരെ നിർബന്ധമാണ്. അതായത് ഭംഗിയുള്ള ചുവടുകളല്ല ആവശ്യം. അപ്പം ഞാൻ ഈ സിനിമയിൽ ഫൈറ്റ് മാർഷൽ കൂടി അതിൻ്റെ പേരിൽ ശിവകുമാർ സാറ് കാണിച്ചു വരുന്നതിനാൽ
ഞാനത് ചെയ്തു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് അഡീഷൻ വരും. അപ്പൊ ഗുരുക്കൾ എന്നോട് പറയും, ഗുരുക്കൾ അത് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. ഒരു കാല് ഇളക്കി വെക്കാം, അല്ലെങ്കിൽ ഒരു നോട്ടം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊരു നോട്ടം കൂടിയൊക്കെ നോക്കിയപ്പോ അഡീഷണൽ ആഡ് ചെയ്യും. അതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ജയരാജാറും പറഞ്ഞല്ലോ, കളരിനെ കുറിച്ച് ഗുരുക്കൾ അറിവുള്ളവൻ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു കാഴ്ചപ്പാടും ഈ പടത്തിന്റെ ഒരു മൂവ്മെന്റും കളി തനിമയായിട്ടാണ്. അത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, ഹാർനസ്, ഡൈവിങ്, അങ്ങനെ ഒരു സംഭവം ഇല്ലാതെയാണ് ആ ഫൈറ്റ് കംപ്ലീറ്റ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, എല്ലാം വളരെ 3 മാസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞാലിക്കുപ്പൂർ ബോംബെയിൽ നിന്ന് വന്നും കാലത്ത് ഇവിടെ റിഹേഴ്സൽ. അതേമാതിരി തന്നെ ആരോമൽ ശേഖബരും റിഹേഴ്സൽ ചെയ്തേക്കണം. ആരോമലുള്ളി, കള്ളപ്പലുള്ളി എല്ലാവരും പഠിച്ചിട്ടാണ്. അരിങ്ങോടപ്പങ്ങൾ, മറ്റേ കുട്ടിമാണി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം പഠിക്കേണ്ട വന്നില്ല. പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട വന്നു ഹിമാർഷയുടെ കൂടെ. പക്ഷേ ഹിമാർഷ എപ്പോഴും ഡയറക്ടറുണ്ട്. അപ്പം ഞങ്ങൾ എല്ലോറയിൽ വെച്ചിട്ട് സാറ് താമസിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല തണുപ്പ് വരുന്ന അവിടെ. അപ്പം ഈ വാള് വെട്ടിങ്ങനെ നിൽക്കണമെങ്കിൽ ഡയറക്ടറോട് പറയുകയാണ്, ഹിമാർഷ പറയും, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നിൽപ്പ് കാണുമ്പോൾ പേടിയാവുന്നു, മേലങ്ങാൻ കൊള്ളൂ എന്നുള്ളത്. അപ്പൊ ഡയറക്ടർ തന്നെ പറഞ്ഞു, പേടിക്കല്ല, അയാൾ കളരി മാസ്റ്ററാണ്. അറിയില്ല, അവര് ഞാൻ ഒരു ആക്ടർ, ഒരു പ്രായം ചെന്ന ഒരു ആക്ടർ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ മാർഷൽ ആർട്സ് കളരിക്കാരനാണ്, പോരാത്തിന് ഫൈറ്റ് മാസ്റ്ററും കൂടിയാണ്. എന്നുവെച്ചാൽ ബോഡിയിൽ ടച്ച് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞവരുള്ളൂ, നീ പേടിക്കരുത്, എത്ര വന്നാലും ബ്രേക്ക് ആയിരിക്കും, അത് പേടിക്കരുത് തോന്നുന്നു. അങ്ങനെയാണ് ആ ഫൈറ്റ് പുറത്തെടുക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഓരോ ഭാഷയിലേക്കുള്ളത് വേറെ വേറെ തന്നെ ഷൂട്ട് ചെയ്യായിരുന്നു. അത് തന്നെ ഈ ഡയലോഗ്സ് അപ്പൊ തന്നെ മാറ്റി മാറ്റി ചെയ്യാണ്, അല്ലാതെ എടുത്തതിന് ഡബ് ചെയ്തിട്ടുള്ളതല്ല. ഇപ്പൊ നമ്മൾ സീൻ എടുക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് ഇംഗ്ലീഷാണ് എനിക്ക്, ആദ്യം ഇംഗ്ലീഷ് എടുക്കും. ഇംഗ്ലീഷ് എടുത്തതിന് ശേഷം അതേ പൊസിഷനിൽ തന്നെ ഹിന്ദി എടുക്കും, അത് കഴിഞ്ഞ് മലയാളം. കുഞ്ഞാൽ കപൂർ എല്ലാം ചെയ്തിരുന്ന ആദ്യം മലയാളം. ഒരു നിലക്കും വഴങ്ങുന്നില്ല മലയാളം. എന്നിട്ട് അയാൾ ഒരുവിധം അത് നല്ല ലെവലിൽ തന്നെ ബുദ്ധിമുട്ടുള്ളത് ആദ്യം ചെയ്യാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്. പക്ഷെ അത് നല്ല എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ടെന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ റംഗ് ദേ ബസന്തിയിലൊക്കെ കണ്ടു, അങ്ങനെ നമുക്ക് ഒരു ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ആക്ടർ മാത്രമാണ് കുഞ്ഞാൽ കപൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇദ്ദേഹം ആരോമലിനെ കൊന്നതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്നൊരു സീൻ. അപ്പം അതിൽ ഇയാൾ വന്നിട്ട് പറയുന്നുണ്ട്, അരിങ്ങോട് ചതിയനാണ് കാക്ക, ആരോമലില്ലാത്ത കളരിയിൽ ഞാൻ പോകില്ല, അരിങ്ങോടെ കളരി എനിക്കാണ്. അത് ഫസ്റ്റ് എടുത്തത് എൻ്റെ സജഷനിൽ കുഞ്ഞാലിൻ്റെ. അപ്പം കുഞ്ഞാലിൻ്റെ എക്സ്പ്രഷൻ മാത്രമോ ഇല്ല അണിയറ പ്രവർത്തകർക്ക് കാണാൻ കഴിയും, എന്റെ സജഷനാണല്ലോ. അപ്പൊ ഇയാൾ ഈ പറയുന്ന മൂന്ന് മോഡുലേഷനിൽ പറയുന്നിടത്തും ഞാൻ എന്റെ കണ്ടിൽ പോലും ഇയാൾക്ക് സപ്പോർട്ടിങ് ആയിക്കോട്ടെ, ഞാനത് റിയാക്ട് ചെയ്യും. ഇയാള് ഡയറക്ടറോട് പറഞ്ഞു, ജയരാജ് പറഞ്ഞത് ഇവൻ ആക്ടറല്ല, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്നത്, പക്ഷെ ഇയാൾ ഗുഡ് ആക്ടർ, അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഞാൻ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് വന്ന് ഡയറക്ടർ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒന്ന് കരഞ്ഞ് കാണിക്കാൻ പറ്റുമോ ചേട്ടാന്ന്. ഞാൻ ആ പ്രോബ്ലം ചെയ്യാം, ഗ്ലിസറിൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ സീൻ എടുത്തു വെച്ചപ്പോൾ ഡയറക്ടർ താങ്ക്സ് പറഞ്ഞു, ചെറിയൊരു ക്ലാപ്പ് കിട്ടി എനിക്ക്. അപ്പൊ ഇതെങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഇറക്കും അതിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 10-15 ദിവസമായിട്ട് ഉറക്കമില്ലാതെ ഡയലോഗ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കണ്ണ് തുറന്ന് വിളിച്ചാൽ പുളിപ്പ് വരും, ആ കണ്ണീരാണെന്നത് എന്ന് പറഞ്ഞു. കൂട്ടത്തില് കുമാരസ്വാമി ചിരിച്ചു. ഞാൻ ഷെക്കോട് പറയാൻ വരുന്നത് ആ ഒരു സീനിൽ ശരിക്കും ചന്തു അത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിന് ചന്തുവിനെയും ആരോമലിനെയും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തായിരിക്കും സംഭവിച്ചത്. അത് വളരെ മിതമായിട്ട്, പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ അവിടെ വന്നിട്ടുണ്ടെന്ന് പറയാൻ വന്നത്. അതിപ്പോ ഇക്ക തന്നെ ഓട്ടോമാറ്റിക് അത് ഒരുമാതിരി ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ എല്ലാം വിളിച്ച്, ആർട്ടിസ്റ്റ് മീനിങ് മലയാളത്തിലെ വലിയ ടോപ്പിലുള്ള ആളുകളൊന്നും അല്ല, ഭാവിയിൽ ടോപ്പിലായി വരുന്ന ആളുകളൊക്കെ തന്നെ ചില ആളുകളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംഭാഷണം ഇല്ലെങ്കിൽ പോലും ആ സീനിൽ നന്നായിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിലും മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടർ ശരിക്കും നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു പോകും.
എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ആ ഒരു ഡിസൈനിങ്, ക്യാരക്ടർ ഡിസൈനിങ് പറയണം തോന്നുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായി വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഇക്കാടത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു. അതെ അതെ. സിനിമയുടെ മറ്റ് മേഖലയിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ ഒരു ഞെട്ടൽ പറഞ്ഞോ? ഇത് കണ്ടു കാണുമല്ലോ തീർച്ചയായിട്ടും. എന്നോട് കമൽ സാർ ഗോവിന്ദ് പടം കണ്ടിട്ട് ഞാൻ കമൽ സാറിന് വേറൊരു കാര്യത്തിന് മറ്റേ ഫെപ്പൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഒരു ഫൈറ്റേഴ്സ് വേണ്ടിയിട്ട് അതിനെന്തോ കാര്യത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞു എന്റെ സിനിമയിൽ കൊണ്ടുവന്ന കമൽ സാറാണ്. കമൽ സാറിന്റെ പെരുവണ്ണാലത്ത് വിശ്വഭൂഷണവും എന്റെ ആദ്യത്തെ പടം. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, സംഘടന നിർദ്ദേശങ്ങൾ. എനിക്കത് ക്യാമറ ആംഗിളോ ലെൻസസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. സിനിമ ഷൂട്ടിങ് ആദ്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ കമൽ സാർ എന്നോട് പറഞ്ഞു, അഷഫാൻ ഗോവിന്ദ് പടം കണ്ടു, എനിക്ക് നല്ല പരിചയമുള്ള മുഖം, പക്ഷെ ആരാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഒരുപാട് സീൻസ് കഴിഞ്ഞ പിന്നീട് എനിക്ക് തോന്നിയത് അഷ്റഫാണെന്ന്. നന്നായിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. തീർച്ചയായിട്ടും അത് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഉണ്ണിയാർച്ചയുമായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞപ്പോൾ ഡയറക്ടറും കുമാർ സാറും ടോട്ടൽ ക്രൂസ്. അപ്പൊ അതുവരെ നമ്മളൊരു തണുത്ത മനുഷ്യൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചു പോകുന്നത് എന്താണെന്ന് അവിടെ ഒരുമാതിരി ആൾക്കാർ എനിക്കറിയില്ല. ഗുരുക്കളെ നന്നായിട്ട് ചെയ്തു ഫൈറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ ആരോഗ്യസ്ഥിതി കൂടി നോക്കണം. അതിൽ വേറെ സംഭവം തന്നിട്ട് അതിന്റെ എൻഡില് ഈ ഹിമാർഷന്റെ വാട് ഇങ്ങനെ ചുഴറ്റി മാറ്റി കഴുത്തിൽ വിളിച്ചെറി. പക്ഷെ അത് സന്ദർഭം ഇതാണ്. അപ്പൊ ഞാൻ തെറിച്ച് വീഴണം. പക്ഷെ എന്റെ വീഴ്ചത്തിൽ സീരിയസും ഡേഞ്ചറുമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അതിന്റെ ഒരു പോർഷൻ ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ. കുമാർ സാറിന് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഭയങ്കര ക്രൗഡാണ് അവിടെ എല്ലോറ ഗുഹയിൽ. അവരുടെ കാലുകളൊക്കെ വന്ന് ചുരിദാറൊക്കെ ഇട്ടാം. അത് രണ്ടാമത്തെ ഷോട്ടിലാണ് പിന്നെ വീഴുന്ന കാണിച്ചിരിക്കുന്നത്. അത് ശരി. അല്ല, അത് കാണുമ്പോഴേ നമുക്ക് ഒരു ഇമ്പാക്ട്. അപ്പൊ അതിൽ കൂടുതൽ ഞാൻ ചോദിച്ചത് സാറിനോട്, സാർ എനിക്ക് ഒന്നും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി അത് കിട്ടത്തില്ല. അത് കുമാർ സാർ നാച്ചുറൽ കിട്ടത്തില്ല. വേറെ ഈ വീരത്തെ വെച്ച് എന്താണ് ഏറ്റവും ആ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ഓർത്ത് പറയാൻ? നമുക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, ഞാനിപ്പോ 10-35 പടത്തോളം പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഞാൻ രഞ്ജിത്തിന്റെ കൂടെയാണ് ഞാൻ കൂടുതലും പടങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ കാണുന്ന ഇവിടുത്തെ ടോപ്പ് ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വന്ന കോസ്റ്റ്യൂം ഡിസൈനർ ആയാലും പിന്നെ ബസന്ത് നമ്മൾ അറിയുന്ന ആൾക്കാർ, ബസന്ത് അത് ഏതോ ഒരു ലോകത്ത് നടക്കുന്ന ഒരാളാണ്. എല്ലാത്ത കഴിവുള്ള മനുഷ്യനാണ്. മേക്കപ്പ് മാനാണ്. അത് ജയരാജ് സാർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു 4:30 മണിക്ക് അദ്ദേഹം ലൊക്കേഷനിൽ വരും. അത് ഒരു അട്ടഹാസമൊന്നുമില്ല. ഒരു കാറിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ എല്ലാ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വെച്ച് റെഡി ആയിട്ടില്ല. ഡെയിലി തല ഇത് ചെയ്യണം, ഷേവ് ചെയ്യണം. മുടിയുള്ളൂ വീതിയുടെ എടുത്തോളേക്ക്. അത് പിറ്റേ ദിവസം ഞാൻ വന്ന് ഡയറക്റ്റ് എല്ലാം ഫോളോ അപ്പ് ചെയ്യും. ഇപ്പൊ കുറച്ച് മുടിയും കാണുന്നെങ്കിൽ അപ്പം തന്നെ സജ്ജനെ വിളിക്കും. ബാർബറെ വിളിച്ചോ, ക്ലിയർ ചെയ്തോളാൻ പറയും. അപ്പോഴത്തേക്ക് സജ്ജ ആളെ വിളിക്കും, എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് തുറക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മേക്കപ്പ്, കാര്യമായ മേക്കപ്പ് ഒന്നുമില്ല. നമ്മുടെ പാൻകേപ്പോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിവിടെ കുറച്ച് കറുപ്പ് കൂടുതൽ കൊടുത്തു. പിന്നെ ഈ സംഭവം പറയും അദ്ദേഹത്തിന്റെ വർക്ക്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് എല്ലാത്തിനും എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്നത്. പിന്നെ പൊതുവെ കുറെ നമ്മുടെ ഒരു സ്ഥിരം മലയാളത്തിലെ സിനിമകൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ? ശരിക്കും നമ്മളൊരു ഇംഗ്ലീഷ് മൂവി ഷൂട്ട് ചെയ്യുന്ന ആ ലൊക്കേഷനിൽ എങ്ങനെയുള്ളൊരു മലയാള പടം. അത് ശരിക്കും നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു അഭിമാനവും ആ തരത്തിൽ തോന്നും. പിന്നെ അതിലുപരി അതില് ഈ വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് ചന്ദ്രകല ആർട്സിനോടാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ എപ്പോഴും ലൊക്കേഷനിലുണ്ടാവും. കാരണം ഒന്നിനും ഒരു കുറവ് എവിടെയും വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം രക്ഷിക്കുകയും. അല്ല, അപ്പം അങ്ങനത്തെ ആളുകളുടെ ഒരു പിൻബലം ആവശ്യമാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവാനായിട്ട്. അഷ്റഫ് ഖാൻ, നമ്മൾ ഇതിനു മുൻപേയും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് നമ്മൾ നിർമ്മാണ കാര്യദർശി എന്നുള്ള ആ ഒരു ഘടകമൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചു പോയതാണ്. ഇപ്പം ഈ ഒരു സെക്കൻഡ് ഫേസിൽ അതിൽ കൂടുതൽ മറ്റ് പല കാര്യങ്ങളിലേക്കുമായിട്ട് അഷ്റഫ് കുറച്ചുകൂടി സജീവമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെക്കുറിച്ചുകൂടി ഒന്ന് സംസാരിച്ച്. അത് എനിക്ക് വയ്യാന്നുള്ള വിവരം കഴിഞ്ഞവളെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം എനിക്ക് എക്സിക്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സമ്മർദ്ദവും പ്രഷറും. അപ്പൊ എനിക്ക് ചുരുട്ടി കിടന്ന് കൊള്ള വിറയിൽ വരാം. പക്ഷെ നേരെ പറഞ്ഞാൽ എനിക്കൊരു 1 കിലോമീറ്റർ ഒക്കെ ഓടാനും. ഇപ്പൊ ഞാനൊരു ഹിന്ദി പടത്തിൽ ഫൈറ്റ് ചെയ്തു, ഏക്ത. ഒരു ബാഹുബലിയിലെ വില്ലനും ഹിന്ദിയിലെ ശരീരം കോള, അവര് തമ്മിൽ സോളോ ഫൈറ്റ്, ഏക്ത എന്ന് പറഞ്ഞ ഹിന്ദി മൂവി. അത് കഴിഞ്ഞിട്ട് ഞാൻ സുമൻ റെഡ്ഡി എന്നൊരു ഉങ്കലാല രാമബാബു എന്നൊരു തെലുങ്കോടൻ ചെയ്തു ഫൈറ്റ്. ഇതൊക്കെ ഹെവി വർക്കാണ് എനിക്ക്.
ഞാൻ ഫൈറ്റ് മാസ്റ്റർ എന്നുള്ളവർക്ക് എൻ്റെ മകനാണ് എൻ്റെ കൂടെ സൽമാൻ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. ഇപ്പം ഞങ്ങൾ കേരള സംസ്ഥാന സ്റ്റണ്ട് ഡയറക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് യൂണിയൻ രൂപീകരിച്ചത്. അപ്പോൾ അത് ഇതുള്ളത്. പക്ഷേ എങ്കിലും ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് ഇറങ്ങി കളിക്കണം, അതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്ത് പോന്നപ്പോൾ ഞാൻ എക്സിക്യൂഷൻ പതുക്കെ മാറ്റി വെച്ചിട്ട് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു ഉപദേശം ചെയ്യാന്നുള്ള എനിക്ക് തെരുവുനായ ശല്യത്തിനെതിരെ ഞാൻ ഷോർട്ട് ഫിലിം അസ്തമയം അതിന്റെ ഒപ്പ് ശേഖരണക്കാർക്ക് ഞാൻ മേലാഗാന്ധിക്ക് അടിച്ചു കൊടുത്തു. അത് അതിന്റെ ബ്രോഷറിൽ അഭിനയിച്ചത് ദിലീപായിരുന്നു. പിന്നെ റിലീസ് ചെയ്തത് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇതിൽ വന്നൊരു ടീനി ടോമാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചെറിയൊരു മൂവി ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ തന്നെ കഥയും തിരക്കുന്ന സംഭാഷണമൊക്കെ എഴുതി ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് എന്ന് പറഞ്ഞ പടം. അതൊരു ഗ്രാമത്തിലുണ്ടാവുന്ന ഈ മദ്യം മയക്കുമരുന്ന് ഒക്കെ ചെയ്യുന്ന ഒരു ഇതിലേക്ക് ചെമ്പോത്ത് ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു കാസർഗോഡ് ബദിയോടക്കിയെന്ന് ഭരണകക്ഷിയുടെ ഒരു പ്രഗത്ഭൻ വരുത്തുന്ന ഒരു റൗഡി ആ ഗ്രാമം നശിപ്പിക്കാൻ പോകുന്ന ഒരു സംഭവം. ആ ചെമ്പോത്ത് ഭാസ്കരനായിട്ട് അഭിനയിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് വെക്കര ബഷീർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അദ്ദേഹമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ എനിക്കത് ഫ്രീ ആയിട്ട് യവനിക ഗോപാലകൃഷ്ണൻ ചേർത്ത് മജീദ് നമ്മുടെ സിദ്ദീഖാണ് പെടുത്തത് കോഴിക്കോട് ശാരദയ്ക്ക് എല്ലാം ഫ്രീ ആയിട്ട് അഭിനയിച്ചു വരെ. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ കുറച്ച് സീരിയൽസും സിനിമ ഉള്ളതിന്റെ പേരിൽ ഇങ്ങനെ 5-6 ദിവസം ഷൂട്ട് ബ്രേക്കാം, ബാലൻസ് ആണ്. എന്താ അങ്ങനെ ഒരു സിനിമ അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ ആർസിസിയിലൊക്കെ കിടന്നപ്പോഴാണ് നമ്മൾ ഒന്നുമല്ല എന്തൊരു തോന്നല് വന്നു. കുറച്ച് അഹങ്കാരം എല്ലാവർക്കും ഉള്ള പോലെ ഇരിക്കുന്നുണ്ടായിട്ട് സിനിമ പറ്റി. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ആ കിടപ്പും ഇപ്പൊ അവര് 3 month ചെക്കപ്പിന് പോകും. അപ്പൊ ഇങ്ങനെ ഓരോ മുഖങ്ങളിൽ നമ്മൾ ലോകത്തോട് കൂടി കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഈ അസുഖം തന്നെ ഉള്ള ടൈമില് എന്റെ സുഹൃത്തുക്കൾ 3 ആൾ മരിച്ചു. എന്റെ വീട്ടിലേക്ക് വരെ പറയാൻ പേടിയാ അയാൾ മരിച്ചു എന്നിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കിപ്പോ ഏകദേശം 60 വയസ്സായി. അപ്പൊ അങ്ങനെ വന്നപ്പോ സമൂഹത്തിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് പോലെ ഒരു സിനിമ, അത് വലിയ ടെലിവിഷൻ ഒരുപാട് ലൈറ്റോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെയാണ് കുറേറ്റായിട്ടുള്ള എല്ലാവരും വളരെ സഹകരിച്ചാണ് ചെയ്യുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉപദേശം കിട്ടുമല്ലോ എന്നുള്ളതാണ് നമ്മൾ. ഞാൻ അതിന്റെ രണ്ട് വസ്തുക്കളും ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഇന്ത്യനെ ഒറ്റുകൊടുത്തവനെന്നും പറഞ്ഞ് ജയിച്ചു കൊണ്ടുപോയി. 8 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാൾ അമ്മക്ക് പ്രാന്തായി, ഭാര്യനെ വീട്ടുകാർ വിളിച്ചിട്ട് പോയി, കൊച്ചനാഥമായി. 8 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ നിരപരാധിയാണെന്നും പറഞ്ഞു വിളിയും. അതാണ് എൻ്റെ പടത്തിലെ പ്രധാന ചോദ്യം. അപ്പം അങ്ങനെ ഒരു പടമുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു കുറെ സീരിയൽസ് എല്ലാം ചെയ്തു. ഇപ്പോൾ ടോമി ചിറ്റാട്ടുകുളം അദ്ദേഹം ചെയ്ത ചക്കരമാവിൻ കൊമ്പത്ത്, അത് നല്ലൊരു ക്യാരക്ടറാണ്. അതിൽ ഗിരീഷ് കൊടുങ്ങല്ലൂരാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞാൽ അതിലൊരു ആക്ഷൻ സീനുണ്ട്. വലിയൊരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നൊരു സംഭവമുണ്ട്. അപ്പം അതൊന്നും ചെയ്യണം, ഹാർനസ് എല്ലാം വേണം. നമ്മളവിടെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടറും ഗിരീഷനോട് പറഞ്ഞത് ഒരു ക്യാരക്ടർ എടുക്കാൻ ചെയ്യാൻ പോകുന്നു. പ്രോബ്ലം ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ സെയ്ദ് അലവി എന്ന് പറഞ്ഞിട്ട് ഓർത്തഡോക്സ് മുസ്ലിം ജോയ് മത്സാറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണ്. അങ്ങനെ അതാണ് മലയാളത്തിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിശേഷം. ഇപ്പൊ ഹിന്ദിയും തെലുങ്കും ഒക്കെ ഇത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ഒരു ഇതൊക്കെ എങ്ങനെയാണ്? അത് ഇപ്പൊ ഫൈറ്റിനെ സംബന്ധിച്ച് മലയാളത്തിൽ ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറിന്റെ ഫൈറ്റ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന അമിതാഭ് ബച്ചനും ജാക്കി ചാനും 2 സൈഡിൽ നിന്ന് സോളോ ഫൈറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് കോൺഫിഡൻസ് ആണ് ചെയ്യാം. അവർക്കുണ്ടായാൽ മാത്രം മതി. കാരണം അത് നമ്മൾ പഠിച്ചിരിക്കുന്നതാണല്ലോ. നമുക്ക് സിനിമ ഫൈറ്റ്സ് അറിയാം, ആംഗിൾസ് അറിയാം, ലെൻസസ് അറിയാം. പിന്നെ അത് കട്ട് ചെയ്ത് എഫക്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ മെഗാ ഹിറ്റായിട്ട് പോയ കായംകുളം കൊച്ചുള്ളിയൊക്കെ മുതലുകളുടെ എല്ലാ സീരിയൽസും കുങ്കുമപ്പൂ വരെയും ഞാൻ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പം കൊച്ചുകളുടെ മകൻ എന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഞാൻ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹരിപരി ഒന്നുമില്ല. പക്ഷെ അവർ 10 മണിക്കൊക്കെ തുടങ്ങുള്ളൂ. അപ്പൊ 2 ദിവസം ലേറ്റ് ആണെന്ന് ഈ പ്രഭാകർ എന്ന് പറഞ്ഞ ബാഹുലിയിലെ ലാംഗ്വേജ് പറയുന്ന ഒരു വില്ലുണ്ട് അദ്ദേഹത്തിന്റെ. ഈ 2 ദിവസം കൊണ്ട് തീരുന്നില്ല. കാരണം അയാളുടെ ഇൻട്രൊഡക്ഷൻ തന്നെ എടുക്കാൻ എനിക്ക് നല്ല സമയം പിടിച്ചു. കാരണം അവര് പീറ്റർ ഹെയ്ൻ മാഷ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്. ഇവര് അക്ഷരം കുരുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, എന്തൊരു രൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോർട്ട് വെച്ച് ഇതൊന്ന് വരക്കണം എങ്കിൽ മാത്രമേ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നമ്മ പറയുന്ന പോലെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവന് ആര് എന്തെന്നുള്ളത് തോന്നുന്നു.
അപ്പൊ ആ ഇയാളുടെ ഇൻട്രൊഡക്ഷൻ ബിൽഡപ്പ് ആദ്യം വളരെ വെറുതെ കഴിഞ്ഞ ദിവസം കൊണ്ട് ഡയറക്ടറിനെ വിളിച്ചിരുന്നു, റിലീസിംഗ് ഡേറ്റ് അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വലിയ പ്രതീക്ഷകളാണ് ഇരിക്കുന്നത്. അതെങ്ങനെയാ ആ ഒരു ഇതിലേക്ക് അവിടേക്കൊക്കെ എത്തിപ്പെട്ടത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആലപ്പുഴയായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ അവർക്ക് അവിടെ പെട്ടെന്ന് തീർത്ത് പോകണം. പിന്നെ മാഷ് വരണമെങ്കിൽ മാഷ് അവര് അന്വേഷിച്ച മാഷൊക്കെ ബിസി. അത് ഞാൻ പിന്നീട് അറിഞ്ഞത്. എന്നെ വിളിച്ചത് കെബീർക്കൻ, ആലപ്പുഴ കെബീർക്കൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഫൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെവിയാണ്, അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ വേണ്ട സാധനം എനിക്കൊരു 40 ഫീറ്റ് ക്രെയിൻ മാത്രം മതി. ബെൽറ്റ്, ഹാർനസ്, ബ്ലൗർ എല്ലാ സാധനവും തരുന്നത് ഈ ഫുൾ സാധനം ഇട്ട് ചെയ്യും. ഇത് ഞാൻ ആദ്യം സൽമാൻ ഇയാൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ജസ്റ്റ് ഞാൻ എൻ്റെ മോനും കൂടി ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മൂവ്മെന്റ്സ് ഒരു 48 ഫ്രെയിം ലെൻസ് അല്ല 48 ഫ്രെയിമിൽ അല്ല, ഞങ്ങൾ 24 ഫ്രെയിമിൽ ഒന്ന് കാണിക്കാം, ജസ്റ്റ് കാണാം. അപ്പൊ അവർ കണ്ടതിന് ശേഷം പിന്നെ അത് 48 ഫ്രെയിമിൽ ഒന്ന് കാണിക്കാം, സ്ലോ മോഷൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, രണ്ടാളെ നിർത്തി, ഈ ശരീരംകോള പ്രഭാകർ നിർത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും മൂവ്മെന്റ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് മാറ്റാം, ഇത് തന്നെ ചെയ്യണം. പക്ഷെ അന്ന് വൈകുന്നേരമായപ്പോൾ 40 ഫീറ്റ് ക്രെയിനും പറഞ്ഞു. കാരണം അവർക്ക് സ്റ്റാൻഡിങ് ഫൈറ്റ് മതി, കേബിൾ വേണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കൊരു ശരിക്കും അവാർഡൊക്കെ കിട്ടിയ മതി. കാരണം ഇന്ന് സിനിമാ ഫീൽഡിൽ കത്തി നിൽക്കുന്ന ഒരു മാഷാണ് പീറ്റർ ഹേ. അദ്ദേഹത്തിന്റെ ഒക്കെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ പറയുന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് എന്തോരം ഭംഗിയാണ്. ഇപ്പൊ ഓൺലൈൻ എഡിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും ഞാൻ കട്ട് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കും. റഫ് കട്ടാണ് ഓൺലൈൻ എങ്കിൽ പോലും അവർ കണ്ട് വളരെ ഹാപ്പിയാണ്. പിന്നെ അവർക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ മൂവ്മെന്റ്സുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ എന്തോരം കിട്ടിയിട്ടില്ല, എല്ലാ ആളുകളെയും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ബാക്കി സമയം ഇക്ക എങ്ങനെയാണ് ഇപ്പം ഇക്കയുടെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനായിട്ടാണെങ്കിലും ഈ ഫൈറ്റിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നതൊക്കെ? റെഗുലർ പ്രാക്ടീസോടെയാണോ? പ്രാക്ടീസ് ഞാനിപ്പോ യൂണിയന്റെ പ്രാക്ടീസ് മന്ത്ലി ഓരോ കേരളത്തിലെ ഓരോ ജില്ലകളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞു ഇപ്പോൾ ഈ മാഫിയ സ്റ്റേഷനെ കൂടി ഉണ്ടായിരുന്ന ജിറോസ്, PG ജിറോസ് എന്ന് പറയും. ജിറോസ് മാസം ഞാനും കൂടിയാണ് ശരിക്കും യൂണിയൻ രൂപീകരിച്ചത്. അപ്പൊ ഞങ്ങൾ രണ്ടാളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബ്രൂസ് ലീ രാജേഷ് എന്നൊരു മാഷുണ്ട്. മാസ്റ്റേഴ്സ് ഞങ്ങൾ 3 ആളുള്ളൂ. ഏകദേശം ഒരു 150ഓളം ഫൈറ്റേഴ്സ് ഉണ്ട്. അത് കളരി എല്ലാ മാർഷൽ ആർട്സും ഉണ്ട്. അതുകൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ജമ്പിങ്ങും മറ്റു സിനിമക്ക് വേണ്ടുന്ന ഘടകങ്ങൾ സെപ്പറേറ്റ് പഠിപ്പിക്കുന്നുണ്ട്. 3 ലേഡീസ് ഉണ്ട്. അത് ഇതുവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പോ കാര്യങ്ങളോ വേണ്ട വന്നു കഴിഞ്ഞാൽ 3 വ്യത്യസ്തമായ 3 ലേഡികളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തുള്ള സ്റ്റീഫൻ മാഷ കുട്ടികളുണ്ട്, 2 കുട്ടികൾ. നന്നായിട്ട് നല്ല നല്ല ഫൈറ്റേഴ്സാണ്. ഈ കരാട്ടെ ഫൈറ്റർ മാത്രമല്ല, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മൂവ്മെന്റ്സുകൾ വൃത്തിയായിട്ട് ചെയ്യുന്നു. അതിലും ഒരു താളം വേണമല്ലോ, ഒരു ഭംഗി വേണമല്ലോ ചെയ്യുമ്പോൾ. അതിലൊരു താളം വേണം. അതെ, കറവറാന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇപ്പോ വീരം ഒരു വല്ലാത്ത ഒരു ക്യാൻവാസിൽ ആണ് ഇപ്പത്തെ അഷ്റഫ് കെ കൊണ്ട് ഒരു ആക്ടർ എന്ന ലെവലിൽ നിർത്തിയിരിക്കുന്നത്. ഒപ്പം ഇപ്പൊ ഈ പറയുന്ന ഈ തെലുങ്ക് ഹിന്ദി ഫിലിമുകളും ഒക്കെ അഷ്റഫ് കെയുടെ ഒരു ആസ് എ എന്താ പറയാ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്ന രീതിയിൽ, ഒരു സ്റ്റണ്ട് മാസ്റ്റർ എന്ന രീതിയിലും നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇനി മുന്നോട്ടുള്ള അഷ്റഫ് കെയുടെ പ്രതീക്ഷ? എങ്ങനെയാണ് അഷ്റഫ് ഖാനെ കാണുന്നത്? ഇനിയിപ്പോ ഈ വീരം കഴിഞ്ഞതിന് ശേഷം പലയിടയ്ക്ക് ഇപ്പൊ നമ്മുടെ ഒരു വനമ്പടി എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ട്. അത് മലയാളത്തിലും തമിഴിലുണ്ട്. രഞ്ജിത്ത്. അപ്പൊ അതില് ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്, പള്ളാശ്ശേരിയാണ് എഴുതുന്നത്. അപ്പൊ എന്തായാലും അതുണ്ട്. പിന്നെ അത് കൂടുതൽ 1-2 പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇതിലെ പെർഫോമൻസ് ഓക്കെ ചെയ്ത് പല ആളുകളും, സിനിമയായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും നമ്മളോട് പറഞ്ഞു സന്തോഷമാണ്. പിന്നെ ഒരു ഭാഗ്യം, ധൈര്യമായിട്ട് ടൗണിൽ ഇറങ്ങാം. ഒരു പടത്തിൽ ഫുള്ളായിട്ട് അഭിനയിക്കും ഒരു മനുഷ്യർക്ക് എന്നെ മനസ്സിലാവില്ല. അതാണ് അങ്ങനെ ഒരു ഗുണമുണ്ട്. 2-3 പ്രാവശ്യം ധൈര്യം, അല്ലെങ്കിൽ പറഞ്ഞില്ല അവന് പടത്തിൽ അഭിനയിച്ച് ഇതേ വന്നുകൊണ്ടിരിക്കരുത്, ധൈര്യം വെച്ച് പോയി കയ്യും കെട്ടിയിരുന്ന് പടം കാണാം. ഒരു തരത്തിലും തോന്നില്ലേ? ശരിയാണത്, ഒരു തരത്തിലും ഇല്ല. അല്ല, അതും ഒരു തരത്തിലൊരു ഭാഗ്യമാണ്. അല്ല, അത് വ്യത്യാസമല്ലേ. തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് നമ്മളെ മനസ്സിലായില്ല എന്ന് പറയുമ്പോ തന്നെ, കമൽസാറ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. അഷഫ് മൊഴിയൊക്കെ പഠിച്ചു കളഞ്ഞു, പെട്ടെന്ന് മനസ്സിലായി എന്ന് പറയുമ്പോ ആ മൊഴി പോയതിൽ പ്രത്യേകത ഇല്ല. ഞാൻ കമൽസാറിന്റെ ഒരു പടത്തില് ഗസലിൽ മൊത്തം മൊഴി പഠിച്ചു കളഞ്ഞ. മൊഴി ഭയങ്കര ഇഷ്ടമുള്ള ആളെ. ഞാൻ സത്യത്തിൽ ക്യാൻസർ വന്നപ്പോൾ കീമോ പോലുള്ള ഒന്നും വരില്ലെന്ന് മാത്രം പ്രാർത്ഥിച്ചാണ്. കാരണം മുടി പോകും. ദൈവം അവിടെ കാത്തുതല്ല.
അപ്പൊ എന്തായാലും ഈ വീരത്തിന് ശേഷം ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾക്കും ഒരു വഴി തുറന്നിട്ടുണ്ട്. അതും സംഭവിക്കട്ടെ. അതുപോലെ ഇക്കയുടെ ഈ ഒരു പ്രായത്തിലെയും ഈ ഒരു എന്താ പറയുക അതിജീവനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖങ്ങളിലൊന്നാണ് ഇക്കയുടെ ആ ഒരു സ്പിരിറ്റിനും. ഇക്കയുടെ കൂടുതൽ ഒരു സ്റ്റണ്ട് മാസ്റ്റർ എന്ന രീതിയിലും കൂടുതൽ ഫിലിംസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വീരം ഇങ്ങനെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ തന്നെ ഇക്കയുടെ നമുക്കിങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം വയ്ക്കാം. നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേക്ഷകരോട് എനിക്ക് ഈ വീരത്തിലാണ് എൻ്റെ 30 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നീളം ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു അവസരം ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു ഈ സിനിമയെ കുറിച്ച് സമ്പാദിക്കാനുള്ള ഒരു അവസരം തന്ന കേരള വിഷനും അതുപോലെ തന്നെ എനിക്കതിൻ്റെ അവസരം തന്ന ജയരാജ് സാറിനും അതിൻ്റെ നിർമ്മാതാവായ ചന്ദ്രകല ആർട്സിനും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് കോട്ടയത്തിനും എല്ലാം നന്ദി. ഇതിനോട് കൂടി ഞാൻ പറഞ്ഞു. നന്ദി. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ താങ്ക് യു. വെള്ളി നക്ഷത്രങ്ങൾ ഇനി വീണ്ടും അടുത്ത ആഴ്ച.